കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ്. താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്നാണ് തീരുമാനം. സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി അംഗീകരിക്കില്ലെന്ന് വൈസ് ചാൻസലർ സിസ തോമസും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും വ്യക്തമാക്കി. കോടതിയുടെ പരിഗണനയിലായതിനാൽ വിഷയം പരിഗണിച്ചിട്ടില്ലെന്നും അധ്യക്ഷയായ താൻ യോഗം പിരിച്ചുവിട്ടെന്നും സിസ തോമസ് പറഞ്ഞു. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞു. റദ്ദാക്കപ്പെടാൻ ആ ഒരു വിഷയം ഇന്ന് വരുന്നേയില്ല. അതുകൊണ്ട് ഒരു അജണ്ട പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫൈനലൈസ് ചെയ്യാൻ പറയുമ്പോൾ വേറൊരു വിഷയം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ അത് ഒരിക്കലും ഒരു അപ്രൂവ്ഡ് അജണ്ട ഐറ്റം അല്ലാത്തത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാം. സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ചെയർ ചെയ്യുന്നത് VC ആണ്. ആ VC ഡിസോൾവ് ചെയ്തിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്ന നിങ്ങൾ പറയുന്ന സിൻഡിക്കേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു എന്താ പറയാ, അവര് ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരൊരു കുശല സംഭാഷണം നടത്തുന്നതായിട്ട് ഞാനത് ധരിക്കുന്നു. അതിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. അത് കോടതിയിലുള്ള വിഷയമാണ്. അത് ഡിസ്കസ് ചെയ്യാനേ അല്ല നമ്മൾ വന്നത്. അത് ടോട്ടൽ സബ്ജുഡിസ് ആണ്. അത് ചെയ്യാൻ പറ്റില്ല. ഒരു അജണ്ട പ്രകാരമാണ് ഇന്ന് സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചത്. കേരള ഹൈക്കോടതി പരിഗണിക്കുന്ന ഒരു കേസ് സംബന്ധിച്ച് സിൻഡിക്കേറ്റിന്റെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ അജണ്ട പ്രകാരം മീറ്റിംഗ് വിളിച്ചു. പക്ഷേ അതിന് പുറത്തുള്ള വിഷയങ്ങളിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സംബന്ധിച്ചുള്ള വിഷയത്തിലേക്ക് ഈ യോഗം കൊണ്ടുപോകാൻ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വാശി പിടിക്കുക. ഇതുവരെ അജണ്ട പ്രകാരം ചർച്ച ചെയ്യണമെന്ന് അധ്യക്ഷ VC ആവശ്യപ്പെട്ടു, ഞങ്ങളും ആവശ്യപ്പെട്ടു. അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോ VC യോഗം പിരിച്ചുവിട്ടിട്ട് ചേംബറിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ യോഗം പിരിച്ചുവിട്ടതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുക. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഇനി പാർട്ടി യോഗം ചേരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. ഈ വിഷയത്തിൽ യോഗം പിരിച്ചുവിട്ടു. സസ്പെൻഷൻ നടപടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല. ആ സസ്പെൻഷൻ നടപടി ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് ഇനി വരുന്ന സിൻഡിക്കേറ്റിൽ ആ അജണ്ട വെച്ച് വിളിക്കുന്ന യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നും ആയിട്ട് BC യോഗം പിരിച്ചുവിട്ടു. ഒരിക്കലും നമ്മൾ ഒരു വൈസ് ചാൻസലർക്ക് ഒരു രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ല. അത് തികച്ചും തെറ്റാണ്. കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതിയുടെ തീരുമാനം വരട്ടെ. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് സലീം മാലിക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് ദിലീപ് കുമാറും ചേരുന്നു. ആദ്യം സലീം മാലിക്കിലാണ്. സലീം, ഇന്ന് ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്നത് മറ്റൊരു അജണ്ട, അതായത് സത്യവാങ്മൂലം നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സമർപ്പിക്കേണ്ടതുണ്ട്. ആ വിഷയം ചർച്ച ചെയ്യാൻ വിളിച്ച അടിയന്തര സിൻഡിക്കേറ്റ് യോഗത്തിൽ ആ അജണ്ടയിൽ നിന്ന് വഴിമാറി ഇപ്പോൾ ഉള്ള ഈ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യുകയും അത് റദ്ദ് ചെയ്യുകയുമായിരുന്നു. എന്താണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ ആകെ തുക സംഭവിച്ചത്? സുഹൈൽ, ഇന്ന് സിൻഡിക്കേറ്റ് യോഗം ചേർന്നപ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചതാണ് അതൊരു സമാധാനപരമായ യോഗമായിരിക്കില്ല. ഏറ്റവും ഒടുവിൽ അലസിപ്പിരിയുന്ന യോഗം തന്നെയാകും എന്നുള്ളത് പ്രതീക്ഷിച്ചതാണ്. മാത്രമല്ല ഈ വിഷയം തന്നെയാകും അതിൽ ചർച്ചയാവുക എന്നുള്ള കാര്യത്തിലും ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ സംഭവിച്ചു. ആദ്യം ഈ യോഗം തുടങ്ങിയതിന് ശേഷം ഈ സസ്പെൻഷൻ അറിയിക്കുക എന്നുള്ളതായിരുന്നു. സിൻഡിക്കേറ്റിൽ സസ്പെൻഷൻ നടപടി അറിയിച്ചുകൊണ്ടാണ് ആദ്യം വൈസ് ചാൻസലർ നിലപാടെടുത്തത്. പക്ഷേ ആ വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉയർത്തി. ഒപ്പം തന്നെ കോൺഗ്രസ് അംഗവും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് വൈസ് ചാൻസലർ സിസ തോമസും ഒപ്പം തന്നെ BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും എടുത്തു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് ചർച്ച ചെയ്യേണ്ട നിലയിലേക്ക് വന്നു. കാരണം വലിയ വാക്കുതർക്കവും വലിയ പ്രശ്നങ്ങളുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. അതിനുശേഷം സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ഏകപക്ഷീയമായി തന്നെ ആ ചർച്ചയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ഈ യോഗത്തിൽ തന്നെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ തന്നെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വൈസ് ചാൻസലർ പറയുന്നതനുസരിച്ച് ആ സമയത്ത് താൻ ഈ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ നടപടി എടുക്കുന്ന സമയത്ത്, അതായത് ഈ നടപടി റദ്ദാക്കി എന്ന തീരുമാനമെടുക്കുന്ന സമയത്ത് വൈസ് ചാൻസലർ അവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അവർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഈ യോഗം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ്. മുതിർന്ന ഒരു അംഗത്തിനെ അധ്യക്ഷനാക്കിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം തുടരുന്നു എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിക്കുന്നത്. അത് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അതുവഴി ഇത് ഒഫീഷ്യലാക്കാനുമുള്ള ഒരു തന്ത്രത്തിന്റെ കൂടി ഭാഗമായാണ് നിലവിൽ വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയതിനു ശേഷവും സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. കോടതിയിൽ അത് നിലനിൽക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നിലവിൽ സിൻഡിക്കേറ്റിന്റെ തീരുമാനമാണ് അന്തിമം. അതുകൊണ്ട് സിൻഡിക്കേറ്റ് ആ തീരുമാനം എടുക്കുകയും അതിന് പിന്നാലെ ഈ ചെയറിലേക്ക് മറ്റൊരാളെ നിയമിക്കുകയും ചെയ്താണ് ഇപ്പോൾ ആ നിലപാടെടുത്തിരിക്കുന്നത്. പക്ഷേ താൻ ഉള്ളപ്പോഴല്ല ഈ തീരുമാനം എടുത്തത് എന്നുള്ളൊരു നിലപാടിലാണ് വൈസ് ചാൻസലർ നിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാളെ സ്വാഭാവികമായും കോടതിയിൽ 2 സത്യവാങ്മൂലം ഉണ്ടാകും. അത് ഇതിനോടകം തന്നെ അത് ഒരുപക്ഷെ 3 സത്യവാങ്മൂലത്തിലേക്ക് പോലും കടന്നേക്കാം. കാരണം BJPയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തേക്കാം. അതല്ലാതെ സിൻഡിക്കേറ്റിന്റെ ഭാഗമായ ഒരു
സത്യവാങ്മൂലം, അത് ഈ നടപടി അറിയിക്കുക, നടപടി കോടതിയെ അറിയിക്കും. ഈ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഈ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിരിക്കുന്നു എന്ന തീരുമാനം കോടതിയെ അറിയിക്കും. അതല്ലാതെ തന്നെ സിൻഡിക്കേറ്റിന് ഈ വിഷയത്തിലുള്ള നിലപാട് കൂടി അറിയിക്കുന്നതാകും ആ സത്യവാങ്മൂലം. അതേസമയം അത് തൻ്റെ വിയോജിപ്പോടുകൂടി താൻ ഇല്ലാത്ത സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് എന്നൊരു നിലപാടാകും വൈസ് ചാൻസലർ സ്വീകരിക്കുക. സിസ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സത്യവാങ്മൂലം അങ്ങനെയാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സസ്പെൻഷൻ നടപടി ഇനിയും കോടതി കയറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അപ്പോഴും സസ്പെൻഷൻ നടപടി റദ്ദാക്കി എന്നുള്ളത് അത് സിൻഡിക്കേറ്റിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമായതുകൊണ്ട് തന്നെ നിലവിൽ ഭൂരിപക്ഷമുള്ള സിൻഡിക്കേറ്റിന് ആ നടപടി റദ്ദാക്കി എന്ന് പറയുകയും ചെയ്യാം. അപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. സുഹൈൽ, ശരി, ദിലീപ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. ദിലീപ് കുമാർ, ഇവിടെ ഹർജിക്കാരൻ രജിസ്ട്രാർ അനിൽകുമാറാണ്. തന്റെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ബൈലോ പ്രകാരം അല്ലെങ്കിൽ പ്രോട്ടോകോൾ പ്രകാരമല്ല എന്ന് പറയുമ്പോൾ നിയമലംഘനമാണെന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒരു രജിസ്ട്രാറെ പുറത്താക്കണമെങ്കിൽ VC-ക്ക് സസ്പെൻഡ് ചെയ്യണമെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരണം. മിനിമം അടിയന്തര സിൻഡിക്കേറ്റ് വിളിച്ചെങ്കിലും ആ തീരുമാനം എടുക്കണം. അത്തരത്തിലൊരു കീഴ്വഴക്കം, അത്തരത്തിലൊരു നിയമപരമായ നീക്കം ആ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന് കാണിച്ചായിരുന്നു ഈ പറഞ്ഞ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് ചേർന്ന് ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്യുമ്പോൾ ഹർജിക്കാരന്റെ ഹർജി അസാധുവാവുകയാണ്. അതിനപ്പുറത്തേക്ക് കോടതിയിൽ 2 സത്യവാങ്മൂലത്തിന് സാധ്യത തുറക്കുകയാണ്. ഒന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർവകലാശാലയോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സത്യവാങ്മൂലം സ്വാഭാവികമായും സിൻഡിക്കേറ്റ് എടുക്കുന്ന ഈ സസ്പെൻഷൻ റദ്ദാക്കിയ സത്യവാങ്മൂലമായിരിക്കും. മറ്റൊരു സത്യവാങ്മൂലവുമായി VC തന്റെ വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് സത്യവാങ്മൂലം നൽകാനല്ലേ ഈ വിഷയത്തിലെ നിയമപരമായ സാധ്യത? അസാധാരണമായ സാഹചര്യമാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒരു വശത്തും VC-യും ചെറു ന്യൂനപക്ഷം വരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ മറുവശത്തുമായുള്ള ഒരു വടംവലിയാണ് സർവകലാശാലയിൽ നടക്കുന്നത്. നേരത്തെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസ് ഹൈക്കോടതിയിൽ നടക്കുകയാണ്. ആ കേസിലാണ് സത്യവാങ്മൂലം നൽകുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ചുമതലയുള്ള VC ഡോക്ടർ സിസ തോമസ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തത്. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന് ഇടത് കോൺഗ്രസ് അംഗങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ആവശ്യം പരിഗണിച്ചുകൂടിയായിരുന്നു ആ തീരുമാനം. പക്ഷേ സിൻഡിക്കേറ്റ് യോഗമാകട്ടെ ഈ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് തന്നെ ബഹളമയമായി. പിന്നീട് യോഗം അവസാനിച്ചു, യോഗം പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് VC ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ സർവകലാശാലയിലെ ഈ മറ്റു സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരാകട്ടെ യോഗം തുടരുകയാണ്. യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഈ സസ്പെൻഷൻ പിൻവലിക്കുക, അതോടൊപ്പം ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിന് 3 അംഗ സമിതിയെ ചുമതലപ്പെടുത്തുക. ഡോക്ടർ ഷിജു ഖാൻ, G മുരളീധരൻ, ഡോക്ടർ നസീബ് എന്നിവരടങ്ങിയ സമിതിയെ ചുമതലപ്പെടുത്തുന്നതിനുമാണ് സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി കേരള ഹൈക്കോടതിയിൽ 2 പേരും VC-യും സിൻഡിക്കേറ്റും വെവ്വേറെ സത്യവാങ്മൂലം നൽകും എന്ന കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഒരു വലിയ നിയമയുദ്ധത്തിലേക്ക് തന്നെ കടക്കുകയാണ് കേരള സർവകലാശാലയിലെ ഇപ്പോഴത്തെ സ്ഥിതി. സുഹൈൽ, ദിലീപ് കുമാർ, അതുപോലെ തന്നെ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന ഒരു സസ്പെൻഷൻ വിഷയത്തിൽ ഇത്തരത്തിലൊരു അടിയന്തര സിൻഡിക്കേറ്റിൽ ഭൂരിപക്ഷത്തിന്റെ ഈ അഭിപ്രായങ്ങൾ മാത്രം മാനിച്ചുകൊണ്ട് ഈ VC-യുടെ വിയോജിപ്പ് അവിടെ നിലനിൽക്കെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിൽ നിയമസാധുതയുണ്ടോ നിലവിലെ നിയമസ്ഥിതികൾ അനുസരിച്ച്? സുഹൈൽ, ഈ സസ്പെൻഷൻ വിഷയം തന്നെ ഒരു സങ്കീർണമായ നിയമ പോരാട്ടത്തിന് വഴിയൊരുക്കിയതാണ്. രജിസ്ട്രാർ KS അനിൽകുമാർ തന്നെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത് തന്നെ തൻ്റെ സസ്പെൻഷൻ നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് സർവകലാശാലയിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ളവരെ അവർക്കെതിരെ മാത്രം നടപടിയെടുക്കുന്നതിന് VC-ക്ക് അധികാരമുള്ളൂ എന്നാണ്. മേളിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ തുടങ്ങിയവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് സിൻഡിക്കേറ്റിന്റെ അനുമതി ആവശ്യമുണ്ട് എന്ന കാര്യവും സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ സർവകലാശാലയുടെ ദൈനംദിന നടത്തിപ്പ് ചുമതല VC-യിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദൈനംദിന നടത്തിപ്പ് ചുമതല എന്ന നിലയിൽ സിൻഡിക്കേറ്റോ സെനറ്റ് യോഗമോ ചേരുമ്പോൾ മാത്രമേ ഈ 2 സമിതികൾക്കും അധികാരമുള്ളൂ. അല്ലാത്ത സമയത്ത് സർവകലാശാലയുടെ നടത്തിപ്പ് VC-യിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ആ അധികാരം ഉപയോഗിച്ചു എന്നാണ് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ അനുകൂലിക്കുന്നവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഈ വിഷയമാകെ ഒരു സങ്കീർണമായ നിയമ പോരാട്ടത്തിലേക്കും സങ്കീർണമായ ചില കാര്യങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. സുഹൈൽ, തീർച്ചയായും സലിം മാലിക് കൂടി ചേർന്നു. സലിം മാലിക്, ഈ പറഞ്ഞതുപോലെ തന്നെ വല്ലാത്തൊരു നിയമ സാങ്കേതികത്വം ഈ വിഷയത്തിൽ ഉണ്ടാകും. ആദ്യം അധികാരപരിധി മറികടന്നാണ് ഇത്തരത്തിൽ രജിസ്ട്രാറെ VC പുറത്താക്കിയതെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കെ തന്നെ ഇത്തരത്തിൽ അടിയന്തര സിൻഡിക്കേറ്റ് ചേർന്ന സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്നു, റദ്ദ് ചെയ്യുന്നു. ആ റദ്ദ് ചെയ്ത സസ്പെൻഷനിൽ തന്റെ വിയോജിപ്പ് VC അറിയിക്കുന്നു. ആകെ മൊത്തം നിയമ സാങ്കേതികത്വമാണ്. കോടതിയിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് സർക്കാർ ഗവർണർ പോരിലേക്ക്, അതിന്റെ നിയമ പോരാട്ടത്തിലേക്ക് വഴിയൊരുക്കുന്നതിൽ ഒരു സംഭവം കൂടി. അങ്ങനെയല്ലേ ഇതിനെ വിലയിരുത്തേണ്ട സലിം മാലിക്?
സുഹൈൽ, നിലവിൽ ഇപ്പോഴും ഈ സിൻഡിക്കേറ്റ് യോഗം തുടരുകയാണ് എന്നുള്ളതാണ് ഭൂരിപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതായത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിൽ ആ സിൻഡിക്കേറ്റ് യോഗം തുടരുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കാരണം നിലവിൽ ഈ തർക്കങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ്, അതായത് ആദ്യം തന്നെ ഈ വലിയ തർക്കങ്ങളിലേക്ക് കടന്ന് അതിനുശേഷം VC സിസ തോമസ് പോയതിനു ശേഷം ഈ നടപടികൾ നിയമപരമാക്കുക എന്നുള്ളൊരു ക്രമീകരണമാണ് ഇപ്പോൾ സിൻഡിക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് നടത്തുന്നത്. അതിനായി സിൻഡിക്കേറ്റിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗമായ രാധാമണിയെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് പിന്നീട് ഈ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ഈ നടപടികളെല്ലാം നിയമപരമാക്കിയാൽ കോടതിയിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമർപ്പിക്കുമ്പോൾ അതിനൊരു നിയമസാധുത കൂടി ഉണ്ടാകും എന്നുള്ളൊരു മനസ്സിലാക്കിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോഴും യോഗം ചേരുന്നത്. അതിന് പിന്നാലെ നിലവിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ അത് നിയമപരമാക്കുകയാണ്. അതിനുശേഷമുള്ള മറ്റ് അജണ്ടകൾ കൂടി ചേർന്നതിന് ശേഷമാകും ആ സിൻഡിക്കേറ്റ് യോഗം ചേരുക. പക്ഷേ ഇപ്പോൾ ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം അത് വെറും ഈ രസം പറയുന്ന ചർച്ചകളും മറ്റും മാത്രമാണ്, കുശലം പറച്ചിലുകളും മാത്രമാണ് എന്നുള്ളതാണ് VC സിസ തോമസിന്റെ നിലപാട്. പാർട്ടി യോഗമാണ് എന്നുള്ളതാണ് BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട്. പക്ഷേ നിലവിൽ അതിന് നിയമസാധുതയുണ്ട് എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. കാരണം സിൻഡിക്കേറ്റിൽ ഏതെങ്കിലും നിലയിൽ വൈസ് ചാൻസലറുടെ അഭാവം ഉണ്ടായാൽ, വൈസ് ചാൻസലർ നേരത്തെ മടങ്ങുകയോ ചെയ്താൽ നിലവിലുള്ള മുതിർന്ന അംഗത്തെ ആ നിലയിൽ ചെയറിലേക്ക് അധ്യക്ഷയാക്കിക്കൊണ്ട് ബാക്കി നടപടികൾ പുരോഗമിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തിന് വലിയ സാധുതയുണ്ട്, നിയമസാധുതയുമുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഭൂരിപക്ഷം അംഗങ്ങളും ഇടത് പക്ഷക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ആ നിലയിലൊരു ക്രമീകരണം നടത്താനും കഴിയും. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ തീരുമാനം VC അംഗീകരിക്കുന്നില്ല എന്നത് കോടതിയിൽ VC അറിയിക്കും. പക്ഷേ അത് കോടതിയിൽ നിലനിൽക്കുമോ, കോടതിയിൽ ആരുടെ സത്യവാങ്മൂലം കോടതി കേൾക്കും എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. പക്ഷേ നിയമപരമായുള്ള എല്ലാ അവകാശങ്ങളും സിൻഡിക്കേറ്റിന് തന്നെ ഉണ്ട് എന്നുള്ളതും ആ ഭാഗത്ത് നിലനിൽക്കുന്നു. സുഹൈൽ, തീർച്ചയായും നാളെ രജിസ്റ്റേർഡ് ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ആരുടെ സത്യവാങ്മൂലമായിരിക്കും ഹൈക്കോടതി സ്വീകരിക്കുക? ഇത്തരത്തിൽ സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലമാണോ, അല്ലെങ്കിൽ സസ്പെൻഷൻ റദ്ദ് ചെയ്തത് വിയോജിപ്പ് അറിയിച്ചുകൊണ്ടുള്ള VCയുടെ സത്യവാങ്മൂലമായിരിക്കുമോ? എന്തായാലും നാളെ കണ്ടറിയാം. ഒരു നിയമ പോരാട്ടത്തിന് കൂടി തുടക്കമാകുന്നു.